വന്യമൃഗ ആക്രമണത്തിനെതിരെ ശക്തവും കാര്യക്ഷമവുമായ നടപടി വേണമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ക്രിയാത്മകവും കൂട്ടായതുമായ സത്വര നടപടികൾ ഉണ്ടാകണം. ഏലമലക്കാടുകൾ പൂർണ്ണമായും വനംവകുപ്പിന്റെ കീഴിൽ നിലനിർത്തി കർഷകർക്ക് തടസ്സമില്ലാതെ കൃഷി നടത്തുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഇൻഫാം ആവശ്യപ്പെടുന്നെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കൂട്ടിച്ചേർത്തു. വനേതര മേഖലയും ജനവാസമല്ലാത്ത മറ്റു മേഖലയും ഒഴിവാക്കണമെന്ന കേരളത്തിൻ്റെ നിർദ്ദേശം പരിഗണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ESA വനാതിർത്തിക്കുള്ളിൽ തന്നെ ഒതുങ്ങുമായിരുന്നു. അതിനാൽ 2019 മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തപ്പെട്ട കേരളത്തിൻ്റെ പ്രപ്പോസൽ അംഗീകരിപ്പിച്ചെടുക്കാൻ കേരളത്തിലെ MP-മാരും MLA-മാരും കൂട്ടായി പ്രയത്നിക്കണമെന്നാണ് ഇൻഫാം ആവശ്യപ്പെടുന്നത്. രാജ്യത്തിന് വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധവ്യഞ്ജനമാണ് ഏലം. അത് വിളയിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെയും ഇടുക്കി ജില്ലയെയും ആഗോളതലത്തിൽ അറിയപ്പെടുന്നതാക്കി നിലനിർത്തുന്ന ഏലമലക്കാടുകളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നിന്നും മാറ്റി വനം വകുപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലെത്തിച്ച് വനമാക്കി മാറ്റാനുള്ള വനം വകുപ്പിൻ്റെ ഗൂഢവും കുൽസിതവുമായ നീക്കത്തെ തടഞ്ഞ് അത് റവന്യൂ ഭൂമിയായി നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കേരള സർക്കാർ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇടുക്കിയിലെ ജനപ്രതിനിധികൾ നമ്മുടെ MP ഡീൻ കുര്യാക്കോസ്, റോഷി അഗസ്റ്റിൻ മന്ത്രി, മണിയാശാന്, ഇവരെല്ലാം നമ്മുടെ വാഴൂർ സോമൻജി, ഇവരെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പം തന്നെ ഇവർക്ക് വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് അറിയാം. ഇവരുടെ പ്രയത്നങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. കർഷക സുരക്ഷയ്ക്ക് വേണ്ടി ഇൻഫാം ഏതറ്റം വരെയും പോകുമെന്നും യോഗത്തിൽ സമാപന പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ഇൻഫാം ഉന്നയിച്ച വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരേ മനസ്സോടെ ഒറ്റ നിലപാടാണ് ജനപ്രതിനിധികൾ സ്വീകരിക്കുന്നത് സന്തോഷകരമാണ്. കേരളത്തിന്റെ വൃക്ഷാവരണം ദേശീയ ശരാശരിയേക്കാൾ വലുതായിട്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന സിദ്ധാന്തവുമായി വനംവകുപ്പ് മുന്നിട്ടിറങ്ങുകയാണ്. ഇതിനെ രാഷ്ട്രീയമായ രീതിയിൽ അതിജീവിക്കുവാൻ കഴിയണമെന്നാണ് ജനപ്രതിനിധികളോട് പറയുവാനുള്ളത്. ESA വിഷയത്തിൽ സർക്കാർ കൊടുത്ത പ്രപ്പോസൽ പുറത്തുവിടണമെന്നും തങ്ങളുടെ പ്രദേശം ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നറിയുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ഇനിയും ഇവിടെ കേരളത്തിന്റെ വൃക്ഷാവരണങ്ങളും വനവിസ്തൃതിയും വർദ്ധിപ്പിക്കണമെന്ന ഒരു സിദ്ധാന്തവുമായിട്ടാണ് വനംവകുപ്പ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ നമ്മൾ അതിജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളോട് പറയാനുള്ളത്. നിയമനിർമ്മാണം ആവശ്യമായ മേഖലകളുണ്ട്. തീർച്ചയായിട്ടും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 72 ഒക്കെ അമെൻമെൻറ്റ് നടത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കെ ശക്തമായി പറയാൻ സാധ്യതയുള്ള മിടുക്കരായ നമ്മുടെ പാർലമെന്റേറിയൻസ് ഇവിടെയുണ്ട്. അവതിൽ ശക്തരാണ്, പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറെ കൂടി ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്നേ മതിയാവൂ. അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വന്നവർ ഇപ്പോൾ ഉള്ളവരുമൊക്കെ ഈ കാര്യത്തിൽ നമ്മുടെ ESA സംബന്ധിച്ച വിഷയങ്ങളിൽ ഫൈനൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് കൊടുക്കേണ്ട ജിയോ കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നറിയുന്നു. പക്ഷെ അത് പബ്ലിക് ഡൊമൈനിലേക്ക് ഇനി ഒന്നുകൂടി പുറത്തു വരുമെന്നാണ് ശ്രീ ജോസ് കെ മാണിയൊക്കെ പറയുന്ന ഈ ദിവസങ്ങളിൽ തന്നെ. അത് പുറത്തു വരണം. ജനപ്രതിനിധികൾ അത് ഉറപ്പുവരുത്തണം. അത് ജനങ്ങളുടെ അവകാശമാണ് അറിയാൻ അവരുടെ പ്രദേശങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനും വേണമെങ്കിൽ തിരുത്തൽ വരുത്താനും ഒക്കെ അവർക്ക് സാധിക്കണം. അതുകൊണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് പബ്ലിഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ എന്ത് പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത് അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള സത്വരമായ ഒരു ഇടപെടലും ഒരു ഫോളോ അപ്പും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ ധരിപ്പിക്കുകയാനും അതിനാവശ്യമായ തരത്തിലൊക്കെ നമ്മുടെ MP-മാരും ശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നല്ലൊരു ഫോളോ അപ്പ് അടിയന്തരമായിട്ട് ഉണ്ടാകാതിരിക്കാൻ പറ്റുകയില്ല. യോഗത്തിൽ ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MP-മാരായ ആന്റോ ആന്റണി, ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, MLA-മാരായ വാഴൂർ സോബൻ, സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ, ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിയിൽ, ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽവിൻ പുൽത്തകടിയൽ എന്നിവർ സംസാരിച്ചു. പ്രശ്നത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകി. ഇൻഫാം ദേശീയ, സംസ്ഥാന, ജില്ലാ, താലൂക്ക് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.